Hello and welcome back to another video on daily use ചെറിയ sentences. മലയാളത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം എന്നതാണ് ഈ വീഡിയോ ലെസൺസുകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലയാളത്തിൽ പറയുന്ന വാക്കുകൾ അതേപോലെ ഇംഗ്ലീഷിലേക്ക് ആക്കുന്നത് ശരിയാവില്ല. കാരണം ഇംഗ്ലീഷിൽ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട്. അതേപോലെ ഒരു കാര്യം പല രീതിയിലും വാക്യത്തിൽ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. റിട്ടൺ ഇംഗ്ലീഷും സ്പോക്കൺ ഇംഗ്ലീഷും വ്യത്യാസമുണ്ട്. റിട്ടൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഫോർമൽ ആണ്. അതിൽ വളരെ സ്ട്രിക്റ്റ് ഗ്രാമർ റൂൾസ് പാലിക്കേണ്ടി വരും. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഗ്രാമർ വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അതുപോലെയാണത്. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ പോലെ. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അത് അങ്ങനെയാണ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഇത് ഇങ്ങനെയാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആവരുത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദിസ്. ഇതൊക്കെ സാധാരണയായി നടക്കുന്ന കാര്യങ്ങളാണ്. ദീസ് തിങ്സ് ഹാപ്പൻ നോർമലി. നോർമലി എന്ന് പറഞ്ഞാൽ നോർമലായിട്ട്, അതായത് സാധാരണയായിട്ട്. ഹാപ്പൻ സംഭവിക്കുന്ന ദീസ് തിങ്സ് കാര്യങ്ങൾ. ദീസ് തിങ്സ് ഹാപ്പൻ നോർമലി. അത് നമുക്ക് തടയാൻ പറ്റില്ല. We cannot prevent it. Prevent എന്ന് പറഞ്ഞാൽ തടയുക. അത് തീർച്ചയായും സംഭവിക്കും. It will certainly happen. Happen എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. Certainly എന്ന് പറഞ്ഞാൽ തീർച്ചയായും. It will certainly happen. അത് തീർച്ചയായും സംഭവിക്കാൻ പോകുകയാണ്. It's definitely going to happen. കഴിഞ്ഞ സെന്റൻസിൽ നമ്മൾ തീർച്ചയായും എന്നതിനെ certainly എന്നാണ് പറഞ്ഞത്. ഇവിടെ തീർച്ചയായും എന്നതിന് വേറൊരു വാക്കാണ് definitely. It is definitely going to happen. ഈ definitely അതല്ലെങ്കിൽ certainly, അതുമല്ലെങ്കിൽ surely അങ്ങനെ ഉപയോഗിക്കാം. അതായത് it is surely going to happen. അത് സ്വാഭാവികമാണ്. That's natural. പിന്നീട് എന്നെ ഓർമ്മപ്പെടുത്തൂ. Remind me later. റിമൈൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ റിമൈൻഡ് മീ ലേറ്റർ. എന്ന് പറഞ്ഞാൽ പിന്നീട്. നീ എന്നെ പിന്നീട് ഓർമ്മപ്പെടുത്തേണ്ടി വരും. You will have to remind me later. അപ്പൊ നേരത്തെ remind me later നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ you will have to. അപ്പൊ നീ ചെയ്യേണ്ടി വരും. You will have to remind me later. നീ പിന്നീട് എന്നെ റിമൈൻഡ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ ഓർമ്മപ്പെടുത്താൻ മറന്നു. അതായത് റിമൈൻഡ് ചെയ്യാൻ മറന്നു. You forgot to remind me last time. Forgot എന്ന് പറയുമ്പോൾ forget എന്ന വാക്കിന്റെ past tense. Forget എന്നാൽ മറക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം നീ എന്നെ റിമൈൻഡ് ചെയ്യാൻ, ഓർമ്മപ്പെടുത്താൻ you forgot, നീ മറന്നു. ഇതിനെ തന്നെ നമുക്ക് വേറെ ഒരു രീതിയിൽ നോക്കാം. ലാസ്റ്റ് ടൈം you had forgotten to remind me. Forgotten എന്നത് forget എന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അതായത് forget പ്രസന്റ് ടെൻസ് ആണ്, forgot പാസ്റ്റ് ടെൻസ് ആണ്, forgotten പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഓക്കെ,
എത്ര വാസ്തവം, എത്ര വാസ്തവം. ഹൗ ട്രൂ, ഹൗ ട്രൂ. അത് വാസ്തവമാണ്, അത് വാസ്തവമാണ്. ദാറ്റ് ഈസ് ട്രൂ, ദാറ്റ് ഈസ് ട്രൂ. ട്രൂ എന്ന് പറഞ്ഞാൽ വാസ്തവം അല്ലെങ്കിൽ സത്യം. ഓക്കെ, അത് സത്യമല്ല, അതായത് അത് വാസ്തവമല്ല. ദാറ്റ് ഈസ് നോട്ട് ട്രൂ, ദാറ്റ്സ് നോട്ട് ട്രൂ. അത് സത്യമാകാതിരിക്കട്ടെ, അത് സത്യമാകാതിരിക്കട്ടെ. ലെറ്റ് ഇറ്റ് നോട്ട് ബി ട്രൂ, ലെറ്റ് ഇറ്റ് നോട്ട് ബി ട്രൂ, നോട്ട് ബി ട്രൂ എന്ന് പറഞ്ഞാൽ സത്യമാവാതിരിക്കട്ടെ, അത് സത്യമാകാതിരിക്കട്ടെ. ലെറ്റ് ഇറ്റ് നോട്ട് ബി ട്രൂ. ഞാൻ അയാളെ ബഹുമാനിക്കുന്നു, ഞാൻ അയാളെ ബഹുമാനിക്കും. ഐ റെസ്പെക്ട് ഹിം, ഐ റെസ്പെക്ട് ഹിം. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനം. എനിക്ക് അയാളോട് ബഹുമാനമുണ്ട്, എനിക്ക് അയാളോട് ബഹുമാനമുണ്ട്. ഐ ഹാവ് റെസ്പെക്ട് ഫോർ ഹിം, ഐ ഹാവ് റെസ്പെക്ട്. എനിക്ക് റെസ്പെക്ട് ഉണ്ട് ഫോർ ഹിം, അയാളോട്. എനിക്ക് അയാളോട് യാതൊരു ബഹുമാനവും ഇല്ല, എനിക്ക് അയാളോട് യാതൊരു ബഹുമാനവും ഇല്ല. ഐ ഡോണ്ട് ഹാവ് എനി റെസ്പെക്ട് ഫോർ ഹിം, ഐ ഡോണ്ട് ഹാവ് എനി റെസ്പെക്ട് ഫോർ ഹിം. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല, എനി യാതൊരു റെസ്പെക്റ്റും അയാൾക്ക്, എനി റെസ്പെക്ട് ഫോർ ഹിം. അപ്പോ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സെന്റൻസസ് നിങ്ങൾ മനസ്സിലാക്കി അത് പലതവണ കേട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.